ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു ക്യാബേജ് പക്കോടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള വലുത്, അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൈ കൊണ്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്. അയമോദകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമുക്കൊരു കായം കൂടെ ചേർത്ത് കൊടുക്കാം, കായപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയും ചേർത്ത് കൊടുത്തു. നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം ഞാൻ ബാക്കി കടലമാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇരുന്ന അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഗ്യാസിലേക്ക് ഒരു ചീനിച്ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിത് ചെറിയതായിട്ട് നമുക്കിതേപോലെ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഇട്ടതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്നും കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയും ഇതേപോലെ തന്നെ കോരി മാറ്റാം. അതിന് ശേഷം ബാക്കിയിരിക്കുന്നത് മാവ് നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇവിടെ വളരെ വേഗത്തിൽ തന്നെ നമ്മളിവിടെ ക്യാബേജ് പക്കോട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.